വരുന്ന ആനുവൽ എക്സാം നമ്മുടെ SSLC പബ്ലിക് എക്സാമിന് ഇംഗ്ലീഷ് ഈ രീതിയിൽ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ നഷ്ടമാകും. കാരണം നമ്മുടെ ഈ വരുന്ന എക്സാമിന് ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ എങ്ങനെ ഈ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു കുറഞ്ഞ സമയം മാത്രമുള്ള ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവസാനം വരെ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമുക്ക് ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. ലാസ്റ്റത്തെ 2 യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവസാനത്തെ യൂണിറ്റിൽ നിന്നോ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. മുഴുവൻ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ 15 ചാപ്റ്റേഴ്സ് നമുക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ഒരു തവണയെങ്കിലും, ഒരു തവണയല്ല 2-3 തവണ ഉറപ്പായിട്ടും ടെക്സ്റ്റ് വൈസ് നമ്മൾ എന്താക്കണം, വെറും സമ്മറി പഠിച്ചു പോവാതെ കംപ്ലീറ്റ് ടെക്സ്റ്റും വായിച്ച് നോക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു ഹിന്റ് ആയിരിക്കും തരുന്നുണ്ടാവുക, ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാലും അത് ഏത് ചാപ്റ്ററിൽ നിന്ന് ആണ് എന്നുള്ളത് നമുക്ക് എന്താക്കണം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ പഠിക്കുക. ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്ക് A+ കിട്ടില്ല. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത് എന്നുള്ളത് ഡിസ്കോഴ്സുകളിൽ നിന്നാണ്. ഇത്രയും ഡിസ്കോഴ്സുകളാണ് നമ്മുടെ SSLC ആനുവൽ എക്സാം പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാറുള്ളത്. സോ ഈ ഡിസ്കോഴ്സുകൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു വെക്കൽ, ആക്ച്വലി അതിൻ്റെ ഫോർമാറ്റുകൾ മനസ്സിലാക്കി വെക്കൽ നിർബന്ധമാണ്. അതുപോലെ ഒരു പോം ആണെങ്കിൽ അതിൽ നിന്നുള്ള അപ്രീസിയേഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. കവിതയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൽ നിന്നുണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ഇത്രയും ഡിസ്കോഴ്സസ് ഓരോന്നും നിങ്ങൾ എന്തൊക്കെ ജസ്റ്റ് ചെക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഓരോന്നും ടിക്കിടുക. ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസ്കോഴ്സസ് എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളത് ക്രാക്ക് ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ആകുന്നത് വരെ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഏത് ചാപ്റ്റേഴ്സിൽ നിന്നും ഏത് ഡിസ്കോഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കോൺഫിഡൻറ്റോടുകൂടി സെറ്റ് ആക്കിയിരിക്കണം. അതുപോലെ തന്നെ പലർക്കും A+ നഷ്ടമാകുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ആ ഒരു ഗ്രാമർ സെഷൻ എന്നുള്ളത്. ഇത്രയും ഗ്രാമേഴ്സ് ആണ് നിങ്ങൾക്ക് ഇനി വരുന്ന പബ്ലിക് എക്സാമിൽ നേരിടാൻ പോകുന്നത്. സോ ഈ എല്ലാ ഗ്രാമേഴ്സും വരുന്നല്ല, ഏതെങ്കിലും 3-4 ഗ്രാമേഴ്സ് വരുന്നതായിരിക്കും. സോ എല്ലാ ഗ്രാമേഴ്സും പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ചില ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രമായിരിക്കില്ല, എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും മിക്സഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്നുള്ള എക്സാമ്പിൾ വരിക. സോ നമ്മൾ ഗ്രാമറിൽ പഠിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ ആ ഗ്രാമറിൻ്റെ ആ ഒരു റൂളും കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതുവരെയുള്ള ആ ഒരു പാറ്റേൺ പ്രത്യേകിച്ച് ഈ ഒരു പബ്ലിക് എക്സാമിന് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമർ എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങളെന്തൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകൂടി സ്ക്രീൻഷോട്ട്, ഈ ഒരു ഗ്രാമർ സെഷനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അത് ടിക്ക് ചെയ്ത് പോകുന്ന രീതിയിൽ ഓരോന്നും സെറ്റാക്കുക. ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എൻഡ് ഗെയിം ബാച്ച്, ലാസ്റ്റ് അവസാനമായിട്ടുള്ള ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ്. വെറും 1,999 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ഈ ഒരു ബാച്ചിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിവിഷൻ ഓറിയൻറ്റഡ്, ആക്ച്വലി നിങ്ങളുടെ ഈ ഒരു പബ്ലിക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. എങ്ങനെയാണോ ഒരു കുട്ടിക്ക് ആനുവൽ എക്സാമിന് ഈ ഒരു ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ഈ ഒരു അസ്ത്ര ബാച്ചിൻ്റെ എൻഡ് ഗെയിമിൽ ഉണ്ടായിരിക്കുക. സോ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ഇംഗ്ലീഷിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ, ആക്ച്വലി നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിസ്കോഴ്സസ്, ഒരു കവിതയാണെങ്കിൽ അതിൽ അപ്രീസിയേഷൻ, പിന്നെ കംപ്ലീറ്റ് ഗ്രാമറും, ഇതൊക്കെ ഈ ഒരു ബാച്ചിൽ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. സോ പെട്ടെന്ന് കയറി വരിക, അടിപൊളിയാക്കാം.